വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ കൊയിലാണ്ടി, പുതിയാപ്പ, അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ വികസന പ്രവർത്തനങ്ങൾ അവലോകനം നടത്തി. തോട്ടപ്പള്ളി മത്സ്യബന്ധന ഗ്രാമം സന്ദർശിച്ചു. കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ കൊയിലാണ്ടി, പുതിയാപ്പ, ആർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തി. മോദി ഗവൺമെൻറ് ക്ലൈമറ്റ് റീസൈലിയൻ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജായി തിരഞ്ഞെടുത്ത 6 ഗ്രാമങ്ങളിൽ ഒന്നായ തോട്ടപ്പള്ളി ഗ്രാമവും അദ്ദേഹം സന്ദർശിച്ചു. ഡിസംബർ 31, 2024, ജനുവരി 1, 2025 തീയതികളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം. മത്സ്യബന്ധന തൊഴിലാളികളുമായും ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ച നടത്തി. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതും ലക്ഷ്യം വെച്ച് 5 പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2024 ഓഗസ്റ്റ് 30 ഓൺലൈൻ വഴി തറക്കല്ലിട്ടിരുന്നു. അതിൽ 126.22 കോടിയുടെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന പ്രകാരം 4 പദ്ധതികളും ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് വഴി 161 കോടി രൂപ മുതൽ മുടക്കുള്ള ഫിഷിംഗ് ഹാർബർ പദ്ധതിയും ഉൾപ്പെടുന്നു. ഇതുവഴി 1,47,522 പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുകൂടാതെ 2 ലക്ഷത്തിൽ പരം പുതിയ തൊഴിലുകൾ അനുബന്ധ മേഖലകളിലും സൃഷ്ടിക്കപ്പെടും. കോഴിക്കോട് ജില്ലയിലെ പുതിയാപ്പ ഹാർബർ നവീകരണവും ആധുനികവൽക്കരണത്തിനുമായി 16.06 കോടി രൂപയാണ് ചിലവ് അനുവദിച്ചിരിക്കുന്നത്. 24,500 മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ കേന്ദ്ര വിഹിതം 9.63 കോടി രൂപയാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ കൊയിലാണ്ടി ഹാർബർ നവീകരണവും ആധുനികവൽക്കരണത്തിനുമായി 20.90 കോടി, ഏകദേശം 20,400 മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിക്കും. ഇതിൽ കേന്ദ്രവിഹിതം 12.54 കോടി രൂപയാണ്. ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ FIDF ഉൾപ്പെടുത്തി നരേന്ദ്രമോദി സർക്കാർ ആർത്തുങ്കൽ തുറമുഖം വികസിപ്പിക്കുന്നതിന് വേണ്ടി 150.73 കോടി രൂപ അനുവദിച്ചിരുന്നു. 161 കോടി മുതൽ മുടക്കുള്ള ഈ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ഒരു വർഷത്തിൽ ഏകദേശം 9,525 ടൺ മത്സ്യത്തിൻ്റെ ക്രയവിക്രയം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിനായി ഹാർബറുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ഉടൻ തന്നെ തുറമുഖം സന്ദർശിക്കുന്നതായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. തീരദേശ മത്സ്യ ഗ്രാമങ്ങളെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന തരത്തിൽ എല്ലാ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി വികസിപ്പിക്കുന്നതിനായി PMMSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയാണ് ക്ലൈമറ്റ് റീസൈലിയൻ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ്. കേന്ദ്ര സർക്കാർ PMMSYയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ആയതിൻ്റെ വിവിധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ 6 മത്സ്യഗ്രാമങ്ങളെയും പദ്ധതിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 100% കേന്ദ്ര സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ മത്സ്യഗ്രാമത്തിലെയും മത്സ്യത്തൊഴിലാളികൾക്ക് അനുഗുണമാകുന്ന തരത്തിൽ വരുമാനദായക പദ്ധതികളും മത്സ്യ ഗ്രാമത്തിലെ പൊതുവായ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുമാണ് ഈ പദ്ധതി വഴി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 6 മത്സ്യഗ്രാമങ്ങളിൽ ഒന്നാണ് തോട്ടപ്പള്ളി മത്സ്യഗ്രാമം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ പുറക്കാട് പഞ്ചായത്തിലെ 9, 10, 12 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് തോട്ടപ്പള്ളി മത്സ്യഗ്രാമം. ഈ മത്സ്യഗ്രാമത്തിലുള്ള ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും പൂർണ്ണമായും പരമ്പരാഗത മത്സ്യബന്ധനത്തെയും മത്സ്യ അനുബന്ധ തൊഴിലിനെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചീഫ് എഞ്ചിനീയർ മുഹമ്മദ് അൻസാരി MA, ഫിഷറീസ് ഉത്തരമേഖല ജോയിൻറ്റ് ഡയറക്ടർ സുധീർ കിഷൻ VK, ഡെപ്യൂട്ടി ഡയറക്ടർ അനീഷ് P, അസിസ്റ്റന്റ് ഡയറക്ടർ സുനീർ V, കാനത്തിൽ ജമീല MLA, BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V സജീവൻ എന്നിവർ ഹാർബറുകൾ മന്ത്രിയോടൊപ്പം സന്ദർശിച്ചു. BJP ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ ശ്രീ MB ഗോപകുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ എന്നിവർ മന്ത്രിയോടൊപ്പം തോട്ടപ്പള്ളി സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.